രാജസ്ഥാനിലെ ഒരു ശാന്തമായ ഗ്രാമം രംഗീലാപൂർ. അവിടെ പല വർഷങ്ങളായി ഹോളി ആഘോഷിക്കാറില്ല. ഈ ഗ്രാമത്തിലെ ജനങ്ങളുടെ ഹൃദയങ്ങളിൽ ഒരു ഭയങ്കരമായ രഹസ്യം മറഞ്ഞിട്ടുണ്ട്. ആർക്കും അറിയില്ല ഹോളി കളിക്കാൻ എന്താണ് തടസ്സമെന്ന്. ഒരു കാര്യം മാത്രം അറിയാം, അതായത് നിറം എന്ന പേര് പറഞ്ഞതും വ്യക്തികളുടെ നിഴൽ തിരികെ വന്നേക്കും. ഇന്ന് ഹോളിയുടെ തലേ ദിവസമാണ്. ഗ്രാമത്തിലെ എല്ലാ മൂലകളിലും ഇതാണ് സംസാരം. ഹോളി കളിക്കാൻ പാടില്ല, അല്ലെങ്കിൽ അവൾ തിരികെ വന്നേക്കും. ഗ്രാമത്തിലെ ജനങ്ങൾക്ക് ഒരു മുഖ്യമായ അറിയിപ്പുണ്ട്. അതായത് പോയ വർഷം പോലെ തന്നെ ഈ വർഷവും ഹോളി ആഘോഷിക്കാൻ പറ്റില്ല. എല്ലാവരും നിറങ്ങളെ വിട്ട് ദൂരെ ഇരിക്കണം, അല്ലെങ്കിൽ രക്തിക്ക വന്നേക്കും. ചേട്ടാ, ഈ രക്തിക്കയനും ഹോളിയനും എന്താണ് പ്രശ്നം? ഒന്നും മനസ്സിലായിട്ടില്ല. ചേട്ടാ, ഒരു പക്ഷേ അവളെ കളറിന് വെച്ചാൽ അലർജിന് തോന്നുന്നു. ചേട്ടാ, അവൾ ഒരു പ്രേതമാണ്. അവൾ നീ കല്യാണം കളിക്കാൻ പോകുന്ന പെൺകുട്ടിയൊന്നും അല്ല. രണ്ട് കുട്ടികൾ വളരെ പേടിച്ച് ആരും അറിയാതെ വളരെ രഹസ്യമായി സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. അവരുടെ കണ്ണുകളിൽ രക്തിയെക്കുറിച്ചുള്ള പേടി നന്നായി കാണാൻ സാധിക്കുന്നു. ഒരു കാര്യം സത്യമാണ്, ഈ രക്തിക കാരണം ഞാൻ എൻ്റെ അച്ഛൻ്റെ കയ്യിൽ നിന്നും അടി വാങ്ങാതെ രക്ഷപ്പെടുന്നു. അതെങ്ങനെയാ? അച്ഛൻ അടിക്കുകയാണെങ്കിൽ കവിള് ചുവന്നു പോകും. ചുവന്ന നിറം കണ്ടാൽ ഉടനെ രക്തിക വന്നേക്കും. ഗ്രാമത്തിലെ ജനങ്ങളെല്ലാം അറിയാത്ത ഒരു രൂപത്തിൻ്റെ കൂടെ പോരാടുകയാണ്. ഗ്രാമം മുഴുവൻ ചുറ്റി വളച്ച് കെട്ടുകയാണ്. അപ്പോഴാണ് ഹോളിയുടെ നിറങ്ങൾ എടുത്തുകൊണ്ട് അകത്തേക്ക് ആരും വരാതെ നോക്കേണ്ട ഒരു ശാന്തമായ പോരാട്ടം തുടങ്ങിയത്. ഈ രക്തിയെക്കുറിച്ചുള്ള പേടി കാരണം ഗ്രാമത്തിലെ യുവാക്കൾ ഏതോ ഒരു പിശാചിന്റെ ആക്രമണത്തിന് പേടിച്ച് നടക്കുന്ന പ്രേതങ്ങൾ പോലെ ജീവിക്കുന്നു. ഒരു നിറങ്ങളുമില്ല, ഒരു ഹോളിയുമില്ല. അപ്പോഴാണ് പ്രീതി നോക്കിയത്. ഒരു മദ്യമാനി നല്ല ലഹരിയിൽ ഹോളിയുടെ നിറം കാരണം ഒരുപാട് ബോറായി ഗ്രാമത്തിന്റെ അതിർത്തിയിൽ നിൽക്കുകയാണ്. ഏട്ടാ നിൽക്കൂ, ഈ അതിര് കടന്ന് വന്നേക്കല്ലേ. എന്തിനാ? ഇത് നിന്റെ അച്ഛൻ്റെ ഗ്രാമമോ? നിൽക്കൂ, അല്ലെങ്കിൽ രക്തിക വന്നേക്കും. എന്ത്? എനിക്കെന്ത് പേടിയോ? പ്രീതി ആ മദ്യപാനിയെ തടയാനായി ഒരുപാട് ശ്രമിച്ചു. പ്രീതി സ്ട്രോങ് ആയി നിന്നു. അവളുടെ കണ്ണുകൾ രക്തം പോലെ ചുവന്നിരുന്നു. ഏതോ ഒരു ആത്മാവ് അവളുടെ ശരീരത്തിൽ കേറിയതുപോലെ നിന്നു. അവൾ അവന്റെ കഴുത്തിൽ പിടിച്ചു ധരിച്ചു. പിന്നെ ആ മദ്യപാനി അവിടെ തന്നെ മരിച്ചുപോയി. പ്രീതിയും മയങ്ങി അവിടെ തന്നെ വീണു. ഗ്രാമത്തിലെ ജനങ്ങൾ അവിടെ കൂടി നിന്നു. അവളുടെ മേലിൽ വെള്ളം ഒഴിച്ചപ്പോൾ അവൾക്ക് ഓർമ്മ തിരികെ വന്നു. പ്രീതി, നിനക്ക് എന്താ സംഭവിച്ചു? നീ എന്തിനാ അവനെ കൊന്നത്? ഞാൻ അദ്ദേഹത്തെ കൊന്നില്ല. ഞാനല്ല കൊന്നത്. ആ മദ്യപാനിയുടെ ബോഡി കണ്ടിട്ട് പ്രീതിയുടെ ശരീരം ആകെ വിറയ്ക്കാൻ തുടങ്ങി. ഞാൻ എന്തിനിങ്ങനെ ചെയ്യണം? ഞാൻ ഇതൊന്നും ചെയ്തില്ല. പ്രീതിയെ നോക്കിയിട്ട് ഗ്രാമത്തിലെ ജനങ്ങൾ മാറി മാറി രഹസ്യമായി സംസാരിച്ചു. രക്തിക്കയുടെ ആത്മ വീണ്ടും വന്നെന്ന് തോന്നുന്നു. പ്രീതി വെളുത്ത വസ്ത്രത്തിൽ വളരെ ശാന്തമായി തല കുനിച്ചിരിക്കുകയാണ്. അവൾ നെറ്റിയിലൊരു കുങ്കുമം പോലും ഇട്ടില്ല. അപ്പോഴാണ് പ്രശാന്ത് അവിടേക്ക് വന്നത്. പുറത്തുനിന്നും നിലവിളിച്ചുകൊണ്ടേ വന്നു. പ്രീതി, പ്രീതി, പ്രീതി. പ്രീതിക്ക് കേൾക്കുന്നുണ്ട്, എന്നാലും മിണ്ടാതെ ഇരിക്കുന്നു. തല കുനിഞ്ഞതുപോലെ അവൾ മിണ്ടാതിരിക്കുന്നു. പ്രശാന്ത് വീട്ടിലേക്ക് വന്നു. അവൻ നോക്കി, അവൾ വെളുത്ത വസ്ത്രം ധരിച്ചിരിക്കുകയാണ്. നെറ്റിയിലെ കുങ്കുമവും മാഞ്ഞിരുന്നു. പ്രീതി, പ്രീതി, പ്രീതി. പ്രീതി ശാന്തയായിരിക്കുകയാണ്. നീ എന്തിനാ ഏതും മിണ്ടാത്തത്? പ്രീതി ദേഷ്യത്തോടെ അവനെ നോക്കി. അവളുടെ കണ്ണുകൾ ചുവന്നിരിക്കുകയായിരുന്നു. എനിക്ക് നിറങ്ങൾ ഇഷ്ടമല്ല. നീ എന്തിനാ ഈ വെളുത്ത സാരി ഉടുത്തിരിക്കുന്നു? ഞാൻ ജീവനോട് ഉള്ളപ്പോൾ നീ എന്തിനാ എന്റെ കുങ്കുമം അഴിച്ചു? എനിക്ക് നിറങ്ങൾ ഇഷ്ടമല്ല. ശരി, നീ നിറങ്ങളുള്ള സാരി ഉടുത്താൻ ആവശ്യമില്ല, പക്ഷേ കുങ്കുമം വെക്കാമല്ലോ. അവൻ കുങ്കുമ ചിമിൾ കയ്യിലെടുത്തതും തന്നെ പ്രീതിയുടെ കൈകൾ തന്നെത്താനെ വലുതായി. അവൾ ആ കുങ്കുമം പിടിച്ചെടുത്തു. ഞാൻ പറഞ്ഞില്ലേ എനിക്ക് നിറങ്ങളെന്ന് വെച്ചാൽ ഇഷ്ടമില്ല എന്ന്. ഇത് കണ്ടിട്ട് പ്രശാന്തിന്റെ മനസ്സ് ആകെ വിറയ്ക്കാൻ തുടങ്ങി. അവൻ നിലവിളിച്ചുകൊണ്ട് അവിടെ നിന്നും ഓടി. എവരെങ്കിലും രക്ഷിക്കൂ, എവരെങ്കിലും രക്ഷിക്കൂ. എന്തു പറ്റി ഏട്ടാ? ഏട്ടത്തി വീട്ടിലുണ്ടല്ലോ, പിന്നെന്തിനാ പേടിച്ചോടുന്നത്? എടാ, അവൾ നിന്റെ ഏടത്തിയല്ല, അവൾ ഒരു പ്രേതമാണ്. നിങ്ങൾ എന്തായി പറയുന്നത്? ഞാൻ ഇപ്പോഴാണ് എന്റെ കണ്ണുകൊണ്ട് കണ്ടതാണ്. അവളുടെ കൈ 20 ഫീറ്റ് ലെങ്തായി. അത് കാണുമ്പോൾ എനിക്ക് എന്താ തോന്നുന്നു വെച്ചാൽ അവളുടെ അകത്ത് രക്തികയുടെ ആത്മ വന്നതുപോലെ ഉണ്ട്. സത്യം പറയേട്ടാ, വീണ്ടും നിങ്ങൾ ഇന്ന് കുടിച്ചിട്ട് വന്നിരിക്കുകയാണോ? അതുകൊണ്ടാണ് 2 ഫീറ്റ് കൈയെ 20 ഫീറ്റ് പോലെ നിങ്ങൾക്ക് തോന്നുന്നത്. വേണമെങ്കിൽ നീ ചെന്ന് നോക്ക്, ഇപ്പോഴും അവളുടെ ചെവി വലുതായിട്ട് തന്നെ ഉണ്ട്. ബബ്ലി വീട്ടിനകത്തേക്ക് ചെന്നു. അവിടെ നോക്കി. അപ്പോൾ പ്രീതി മയങ്ങി വീണ് കിടന്നു. ഏട്ടാ വേഗം വരൂ, ഏട്ടത്തി മയങ്ങി താഴെ വീണിരിക്കുകയാണ്.
ഇത് കേട്ടിട്ട് പ്രശാന്ത് പ്രീതിയുടെ മുഖത്ത് വെള്ളം കൊണ്ടുവന്ന് തെളിച്ചു. അതിനുശേഷം പ്രീതി കണ്ണു മിഴിച്ചു നോക്കി. ഞാൻ എന്തിനാ ഈ വെളുത്ത സാരി ഉടുത്തിരിക്കുന്നത്? നീ വെളുത്ത സാരിയും കെട്ടിയിട്ടുണ്ട്, പിന്നെ നിന്റെ നെറ്റിയിൽ കുങ്കുമം വെച്ചിട്ടില്ല. സാരി, എനിക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് എനിക്ക് തന്നെ മനസ്സിലാകുന്നില്ല. എനിക്ക് വളരെ വ്യത്യാസമായി തോന്നുന്നു. പ്രശാന്ത്, ബബ്ലി, പിന്നെ അവന്റെ അച്ഛനും അമ്മയും പ്രീതിയുടെ ഈ പ്രവൃത്തിയെക്കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. എനിക്ക് എന്താ തോന്നുന്നു വെച്ചാൽ ഇവളുടെ അകത്ത് ആ റത്തിക ആത്മ വന്നിട്ടുണ്ട്. ആദ്യം ആ കുടികാരനെയാണ് ഇവൾ കൊന്നത്. പിന്നെ ഇന്നലെ വീട്ടിൽ എന്നെയും കൊല്ലണമെന്ന് ശ്രമിച്ചു. അതുകൊണ്ടാണ് അവൾ ആദ്യം തന്നെ കുങ്കുമം അഴിച്ചിരുന്നു. ഏട്ടാ, ഇതൊക്കെ നിങ്ങൾക്ക് വെറുതെ തോന്നുന്നതാണ്. എനിക്കില്ല, നിങ്ങൾക്കാണ് തോന്നുന്നത്. നിങ്ങൾ എല്ലാവരും എപ്പോഴാണ് അവളുടെ ഭയങ്കര രൂപം കാണുന്നോ അപ്പോഴാണ് നിങ്ങളുടെ ബ്രഹ്മ പൊട്ടിപ്പോവും. എന്നാ ശരി, ആ ഭയങ്കരമായ രൂപത്തിലേക്ക് വരുമ്പോൾ ഉടനെ ഒരു ഫോട്ടോ എടുക്കണേ. എങ്കിലല്ലേ എല്ലാവർക്കും കാണിക്കാനാകൂ. ഇവിടെ നോക്കുമോളെ, ടെൻഷൻ ആകണ്ട. ഞാൻ വേഗം തന്നെ ഒരു താന്ത്രികനെ ഇവിടെ വർദ്ധിപ്പിക്കാം. അദ്ദേഹം സത്യം പറയും. വിളിക്കൂ, അല്ലെങ്കിൽ ഇവൾ എന്നെ ജീവനോട് വിടില്ലാന്ന് തോന്നുന്നു. ഗ്രാമത്തിൽ ഒരു പെയിന്റിംഗ് കോമ്പറ്റീഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടേക്ക് പ്രീതിയും പ്രശാന്തും പോലും ഗസ്റ്റായി പോയിരിക്കുകയാണ്. വെൽക്കം ടു അവർ പെയിന്റിംഗ് കോമ്പറ്റീഷൻ. ഇന്ന് ഈവന്റിൽ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി, നിങ്ങളുടെ കളർഫുൾ നിറങ്ങൾ കാണിക്കൂ. എന്നിട്ട് അടിപൊളിയായ പ്രൈസ് വിൻ ചെയ്യൂ. കോമ്പറ്റീഷന്റെ ആദ്യത്തെ ഭാഗമായി ഒരു കണ്ടസ്റ്റന്റ് കളറിംഗ് പെട്ടി ഓപ്പൺ ചെയ്തു. പ്രീതിയുടെ കണ്ണുകൾ ചുവന്ന നിറത്തിൽ മാറി. എല്ലാരും പേടിച്ച് അവളെ നോക്കി. പ്രീതി ആ കണ്ടസ്റ്റന്റിനെ കഴുത്ത് നെരിച്ച് കൊന്നുകളഞ്ഞു. പ്രശാന്ത് പ്രീതിയുടെ ആ ഭയങ്കരമായ രൂപം ഉടനെ ഒരു ഫോട്ടോ എടുത്തു. ഫോട്ടോയിൽ പ്രീതിയില്ല, ഒരു പ്രേതത്തിന്റെ രൂപമാണ് കണ്ടത്. പ്രശാന്ത്, ബബ്ലി, പിന്നെ അവന്റെ അച്ഛനും അമ്മയും എല്ലാരും പേടിക്കുന്നു. വീട്ടിൽ ഏതൊരു നിറത്തിനും യൂസ് ചെയ്യണ്ട, അല്ലെങ്കിൽ അവൾ നമ്മളെ കൊന്നേക്കും. അവൾക്ക് നിറങ്ങൾ ഇഷ്ടമില്ല എന്ന കാര്യം അവൾ തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു. ആരും കളർ ഉപയോഗിക്കാതെ എങ്ങനെ ഇരിക്കാനാണ്? അതെങ്ങനെ നടക്കും? അങ്ങനെ നോക്കിയാൽ ആർക്കും കല്യാണം കഴിയില്ലല്ലോ. അതിനും കുങ്കുമം വെക്കണമല്ലോ. ഇതിന് എന്തെങ്കിലും തീർവ് കണ്ടെത്തണം. ഈ ഫോട്ടോയിലുള്ള പെൺകുട്ടി അവരെന്നെ അറിഞ്ഞാലല്ലേ നമ്മൾ അതിനുള്ള തീർവ് കണ്ടെത്താൻ പറ്റും. എനിക്ക് ഒരു സുഹൃത്തുണ്ട്. അവന്റെ പൂർവികൾ രാജകുടുംബത്താൾക്കാരാണ്. അവന്റെ പേര് ലേക്പാൽ. ആ കാലത്തിൽ ഉള്ള ആൾക്കാരുടെ ഫോട്ടോസ് ഇപ്പോഴും അവന്റെ അടുത്തുണ്ട്. ആ റക്തികയുടെ കഥ വളരെ പഴയതാണ്. ഒരു പക്ഷേ ഇത് അവളുടെ ഫോട്ടോ എങ്കിൽ നമുക്ക് കാര്യങ്ങൾ അറിയും. പ്രശാന്തും അവന്റെ അച്ഛനും ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് ലേക്പാൽ പഴയ ഫോട്ടോസ് കാണിച്ചുകൊണ്ടിരുന്നത്. പ്രശാന്ത് എല്ലാ ഫോട്ടോസും ശ്രദ്ധിച്ചു നോക്കി. പക്ഷെ അവന്റെ ഫോണിലുള്ള ഫോട്ടോയോടുകൂടി യാതൊരു ഫോട്ടോയും മാച്ചായില്ല. ഇതിലുള്ള ഏത് ഫോട്ടോവും അതുപോലെ അല്ല. പ്രശാന്തും അവന്റെ അച്ഛനും വളരെ സങ്കടത്തോടെ തിരികെ പോയി. അപ്പോഴാണ് ലേക്പാൽ അകത്തു നിന്നും വിളിച്ചത്. ഇവിടെ നോക്കു മോനെ പ്രശാന്ത്, ഒരു ഫോട്ടോ താഴെ വീണുപോയി. വന്ന് ഇത് കണ്ടിട്ട് പോ. പ്രശാന്ത് അത് കണ്ടതും തന്നെ ആകെ ഞെട്ടിപ്പോയി. അതെ, ഇതാണ് അങ്കിൾ. ഇത് ആരുടെ ഫോട്ടോ ആണ്? മോനെ, ഇത് റക്തികയുടെ ഫോട്ടോ ആണ്. ഇത് കേട്ടതും എല്ലാരും പേടിച്ച് വിറച്ചു പോയിരുന്നു. മുഴുവൻ ഗ്രാമത്തിലും ഇക്കാര്യം എല്ലാരും അറിയാൻ തുടങ്ങി. അതായത് രക്തികയുടെ ആത്മാവ് തിരികെ വന്നു. അതുകൊണ്ട് എല്ലാരും ശ്രദ്ധാപൂർവം ഇരിക്കണമെന്ന്. ആരും നിറം ഉപയോഗിക്കാൻ പാടില്ല, കുങ്കുമം വെക്കാൻ പാടില്ല, ആരും വർണ്ണങ്ങൾ നിറഞ്ഞ വസ്ത്രങ്ങൾ ഉടുക്കാൻ പാടില്ല. അങ്ങനെയില്ലെങ്കിൽ വീട്ടിലുള്ളവർ വെളുത്ത വസ്ത്രങ്ങൾ ഉടുക്കേണ്ടതായിരിക്കും. വീട്ടിനകത്തിരുന്ന പ്രീതി ഈ അറിയിപ്പ് കേട്ടു. പിന്നെ ഭയങ്കരമായ ഒരാത്മാവ് ചിരിക്കുന്ന ശബ്ദം അവിടെ മുഴുവൻ കേട്ടു.